മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ നിരവധി പ്രത്യാരോപണങ്ങളാണ് ഉയരുന്നത്. മുസ്ലിം ലീഗിന്റെ ഭവന നിർമ്മാണത്തിൽ തുരങ്കം വെച്ചത് സംസ്ഥാന സർക്കാർ എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ ആരോപണം. ദുരന്തം നടന്ന് ഒരു വർഷം പിന്നിടുമ്പോഴും പുനരധിവാസത്തിന് അന്തിമ പട്ടിക തയ്യാറാക്കാൻ സാധിക്കാത്തത് സംസ്ഥാന സർക്കാരിന്റെ ഭരണ പരാജയമാണെന്നാണ് ആരോപണം. അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം 1205 വീടുകളാണ് വിവിധ സംഘടനകളും വ്യക്തികളും പുനരധിവാസത്തിനായി വാഗ്ദാനം ചെയ്തത്. കർണാടക സർക്കാർ 100 വീട്, കോൺഗ്രസ് 100, യൂത്ത് കോൺഗ്രസ് 30, ഡിവൈഎഫ്ഐ 25, KNM 50, മുസ്ലിം ലീഗ് 105, ഓർത്തഡോക്സ് സഭ 50 വീട് എന്നിങ്ങനെ പോകുന്നു കണക്കുകൾ. ഇക്കാലയളവിൽ വിവിധ സംഘടനകളും വ്യക്തികളും 40 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കൈമാറി. ഫിലോകാലിയ ഫൗണ്ടേഷൻ 14 വീടുകളും, കേരള വർക്ക്ഷോപ്പ് അസോസിയേഷൻ 6 വീടുകളും, പോലീസ് അസോസിയേഷൻ 4 വീടുകളും, മസ്കറ്റ് KMCC, അഞ്ചൽ സെന്റ് ജോൺ സ്കൂൾ, നല്ലപാടം പദ്ധതിയുടെ ഭാഗമായി ഓരോ വീടുകൾ എന്നിങ്ങനെ 40 വീടുകൾ നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കൈമാറിയിട്ടുണ്ട്. എറണാകുളം മഹല്ലുകളുടെ കൂട്ടായ്മ 14 വീടുകൾ, തമിഴ്നാട് ജമാഅത്തുൽ ഉലമ 14 വീടുകൾ, ജമാഅത്തുൽ ഉലമ ഹിന്ദ് 7 വീടുകൾ എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായി. മുജാഹിദ് സംഘടനകൾ, CSI, പെന്തക്കോസ്ത് സഭ, സേവാഭാരതി എന്നീ സംഘടനകളുടെ വീടുകളും നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. 100 വീടുകൾ നിർമ്മിക്കാൻ ആവശ്യമായ 20 കോടി രൂപ ഡിവൈഎഫ്ഐ സർക്കാരിന് കൈമാറി. മുസ്ലിം ലീഗ് ഭവന നിർമ്മാണത്തിനായി സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും നിയമക്കുരുക്കിലാണ്. 100 വീടുകൾ വാഗ്ദാനം ചെയ്ത കോൺഗ്രസിനും 30 വീടുകൾ വാഗ്ദാനം ചെയ്ത യൂത്ത് കോൺഗ്രസിനും ഇതുവരെയും സ്ഥലം ഏറ്റെടുക്കാൻ പോലും സാധിച്ചിട്ടില്ല. ദുരന്തബാധിതരുടെ പുനരധിവാസം സംബന്ധിച്ച് വലിയ പ്രത്യാരോപണങ്ങളാണ് അന്തരീക്ഷത്തിലുള്ളത്. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ കൽപ്പറ്റ വില്ലേജിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ബ്ലോക്ക് 19 റിസർവേ നമ്പർ 88-ലെ 64.47 ഹെക്ടർ ഭൂമി ഏറ്റെടുത്തു. 43.77 കോടി രൂപ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന്റെ അക്കൗണ്ടിൽ കെട്ടിവെച്ചാണ് സർക്കാർ ഭൂമി ഏറ്റെടുത്തത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 26 കോടി രൂപ ആദ്യം കെട്ടിവെച്ചു. എന്നാൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ അധിക നഷ്ടപരിഹാര തുകയായ 17.77 കോടി രൂപ കൂടി കോടതിയിൽ കെട്ടിവെക്കേണ്ടി വന്നു. 2025 ഏപ്രിൽ 11-നാണ് എൽസ്റ്റണിലെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നത്. ഭൂമി ഏറ്റെടുത്തതിന് തൊട്ടടുത്ത ദിവസം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 5 സോണുകളിലായി നിർമ്മിക്കുന്ന 410 വീടുകളിൽ ആദ്യ സോണിൽ 140, രണ്ടാം സോണിൽ 51, മൂന്നാം സോണിൽ 55, നാലാം സോണിൽ 51, അഞ്ചാം സോണിൽ 113 എന്നിങ്ങനെ വീടുകളാണുള്ളത്. മാതൃകാ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പുനരധിവാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി തന്നെയാണ് നടക്കുന്നതെന്ന് വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇനി ഡിസംബർ 31 ഫൈനൽ എല്ലാ വീടുകളുടെ കംപ്ലീഷൻ ULCC പറഞ്ഞിരിക്കുന്നതും ആ വേഗത്തിൽ തന്നെ വർക്കുകളൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഡിസംബർ 31-നകം വീടുകളൊക്കെ കംപ്ലീറ്റ് ആവും എന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും പോകുന്നത്. സ്പോൺസർമാരുടെ യോഗം വിളിച്ചു ചേർക്കുന്നതിൽ പോലും സർക്കാർ സംവിധാനങ്ങളുടെ അലംഭാവം പ്രകടമായിരുന്നെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മനക്കാർ ആരോപിക്കുന്നു. ഈ സ്പോൺസർ ചെയ്ത ആളുകളുടെ ഒരു യോഗം വിളിക്കുന്നത് തന്നെ വളരെ വൈകിയാണ്. ആ യോഗത്തിൽ പങ്കെടുത്തത് 20 25 വീട്ടിൽ കൂടുതൽ സ്പോൺസർ ചെയ്ത ആളുകളുടെ യോഗമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നത്. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു വീടിന് 30 ലക്ഷം രൂപ എന്ന ആദ്യത്തിലും പിന്നീട് അത് 20 കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഒരു വീട് നിർമ്മിക്കാൻ അല്ലെങ്കിൽ 20 വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതിൻ്റെ പണം സർക്കാരിലേക്ക് അടയ്ക്കുക എന്നുള്ളൊരു നയമാണ് സ്വീകരിച്ചത്. അങ്ങനെ പറഞ്ഞപ്പോൾ ചില സംഘടനകൾ അടച്ചുവെങ്കിലും മറ്റുള്ള സംഘടനകൾ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പിന്മാറി. ലീഗിന്റെ ഭവന നിർമ്മാണ പദ്ധതിക്ക് തുരങ്കം വെച്ചത് സംസ്ഥാന സർക്കാർ തന്നെയാണെന്ന് ലീഗ് നേതൃത്വവും ആരോപിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ഒരു വർഷം വൈകിയതിൻ്റെ കാരണം സർക്കാരാണ്. കാരണം സർക്കാർ ആദ്യം പറഞ്ഞത് ടൗൺഷിപ്പിലെ എല്ലാ സന്നദ്ധ സംഘടനകൾക്കും വീട് നിർമ്മിക്കാൻ പ്രത്യേക സ്ഥലം അനുവദിക്കുമെന്ന് സർക്കാർ പറഞ്ഞു. ഞങ്ങൾ 7 മാസമാണ് അതിനുവേണ്ടി കാത്തിരുന്നത്. പുനരധിവാസത്തിനുള്ള അന്തിമ പട്ടിക ഇതുവരെയും തയ്യാറാക്കാൻ കഴിയാത്തത് സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണെന്ന് കൽപ്പറ്റ MLA T സിദ്ദിഖ് ആരോപിച്ചു. ഒരു ഏറ്റവും വലിയ വിചിത്രമായ ദുരനുഭവം, ഒരു വിഷയം നടന്ന ഒരു കൊല്ലമായിട്ടും ആ ലിസ്റ്റിലെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യാൻ ഈ ഗവൺമെന്റ് സാധിച്ചില്ലെന്നാണ് ഗവൺമെന്റ് പരാജയം. പുനരധിവാസത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായ ആരോപണങ്ങളിൽ CPIM-ന്റെ മറുപടി ഇങ്ങനെയാണ്. നിർമ്മാണ പ്രവർത്തനത്തിന് 40 ദിവസത്തിൽ താഴെയാണ് യഥാർത്ഥത്തിൽ മഴയില്ലാത്ത ദിവസങ്ങൾ ലഭിച്ചത്. അതിൻ്റെതായ കാലതാമസം വന്നു. പക്ഷേ അപ്പോഴും മാതൃകാ വീടിൻ്റെ നിർമ്മാണം ഇപ്പോൾ 2 ദിവസം ഇന്നത്തോടുകൂടി ഏകദേശം പൂർത്തിയാവും. പൂർണ്ണമായി ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുന്നു. 100-ലധികം 150-ഓളം വീടുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ഫൗണ്ടേഷൻ വർക്കുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. ബെൻസൺ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.